അക്കാഡമി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രത്തെ പറ്റിയാണ്. കാലാവസ്ഥ. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നു. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥയാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥയാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് അറബി ഭാഷയിൽ നിന്നാണ്. അപ്പോൾ മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? അറബി ഭാഷയിൽ നിന്നാണ്. ഓക്കെയാണോ? അപ്പോൾ മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥയാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് അറബ് ഭാഷയിൽ നിന്നാണ്. മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാലസ് ആണ്. ആരാണ്? ഹിപ്പാലസ് ആണ്. ഓക്കെയാണോ? എന്താണ്? മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. ഓക്കെയാണോ? എന്താണ്? മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം AD 45 ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം AD 45 ഓക്കെയാണോ? അപ്പോൾ മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം AD 45. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ ആണ്. ഓക്കെയാണോ? ജൂലൈ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി. ഓക്കെയാണോ? എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. അപ്പോൾ ഈ മൺസൂണിന് തൊട്ട് മുമ്പായിട്ട് വേനൽ മഴയുണ്ട്. അപ്പോൾ ആ വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. എന്താണ്? മാംഗോ ഷവർ എന്നാണ്. ഓക്കെയാണോ? എന്താണ്? മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഓക്കെയാണോ? എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. ഓക്കെയാണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലവും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാറിലുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? അത് ജൂലൈ മാസമാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? അത് ജനുവരി മാസമാണ്. ഓക്കെ ആണല്ലോ? ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. ഓക്കെ ആണല്ലോ? ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോടാണ്.
എന്നാൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെയാണല്ലോ. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. ഓക്കെയാണോ? എന്താണ്? കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. ഏതാണ്? ലക്കിടിയാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്റർ ആണ്. അത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ്? കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെയാണോ? എന്താണ്? കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇനി ഓരോ കാലാവസ്ഥകൾ പഠിക്കുകയാണ്. ആദ്യം ശൈത്യകാലം. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. അപ്പോൾ വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നുണ്ട്. നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം ഫെബ്രുവരി പകുതി വരെ തുടരുന്നു. ഓക്കെയാണോ? അപ്പോൾ ശൈത്യകാലം, ഈ ശൈത്യകാലം ഏത് മാസം തൊട്ട് ഏത് മാസം വരെയാണ്? നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഓക്കെയാണോ? നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് എന്ത്? ശൈത്യകാലം. നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവുമാണ് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത. ഓക്കെയാണോ? ഇത് സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണേ. എന്താണ്? നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവുമുള്ള അതാണ് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത. ഓക്കെയാണോ? അപ്പോൾ ശൈത്യകാലം നവംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി ആരംഭിക്കുന്നതാണ് ശൈത്യകാലം. നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവുമാണ് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത. അടുത്തതാണ് വേനൽക്കാലം. കേരളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുന്ന മാസമാണ് മാർച്ച് മുതൽ മെയ് വരെ. ഏതാണ്ട് മാർച്ച് മുതൽ മെയ് വരെയാണ് കേരളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായിരിക്കുന്ന കാലയളവാണ് ഈ വേനൽക്കാലം. നമുക്കറിയാം വേനൽക്കാലത്ത് ചൂടല്ലേ അനുഭവപ്പെടുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ താപനിലയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. ഓക്കെയാണല്ലോ. അപ്പോൾ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായിരിക്കും. പാലക്കാട് ചുരത്തിലൂടെ വീശുന്ന ചൂട് കാറ്റ് ഫലമായി വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിൽ ചൂട് വളരെയധികം ഉയരാറുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടും പ്രദേശം കൊല്ലം ജില്ലയിലെ പുനലൂരുമാണ്. ഓക്കെയാണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെയാണല്ലോ. അപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ ചൂട് വരാൻ കാരണം പാലക്കാട് ചുരത്തിലൂടെ വീശുന്ന ചൂട് കാറ്റിൻ്റെ ഫലമായി വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിലെ ചൂട് വളരെയധികം ഉയരാറുണ്ട്. ഓക്കെയാണോ? അപ്പോൾ പാലക്കാട് ചുരത്തിൽ വീശുന്ന ചൂട് കാറ്റിൻ്റെ ഫലമായിട്ടാണ് എന്ത്? ഈ വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. ഏതാണ്? കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. നമ്മൾ അടുത്ത കാലാവസ്ഥയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അപ്പോൾ ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റു പേരുകളാണ് കാലവർഷമെന്നും ഇടവപ്പാതിയെന്നും. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? കാലവർഷവും ഇടവപ്പാതിയും. ഏതാണ്? കാലവർഷവും ഇടവപ്പാതിയും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് എന്ത്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലയളവ്. ഓക്കെയാണല്ലോ. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന ഏതൊക്കെ മാസങ്ങളാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്, അഥവാ ഇടവപ്പാതിയിൽ നിന്നാണ്, അഥവാ കാലവർഷത്തിൽ നിന്നാണ്. ഓക്കെയാണോ? അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. നോക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അടുത്തതാണ് വടക്കു കിഴക്കൻ മൺസൂൺ. വടക്കു കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം. ഓക്കെയാണോ? വടക്കു കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം. ഓക്കെയാണല്ലോ. അപ്പോൾ ഈ തുലാവർഷത്തിൻ്റെ കാലയളവെന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്.
എന്താണ് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് എന്ത് തുലാവർഷത്തിൻ്റെ അഥവാ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ കാലയളവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നാണ്. ഓക്കെ ആണോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. ഓക്കെ ആണോ? വ്യത്യാസം മനസ്സിലായോ? എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും, എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നുമാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഓക്കെ ആണേ? ഇനി സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നു. ഓക്കെ ആണല്ലോ? ഇനി നവംബറിന് ശേഷം, നവംബർ പകുതിക്ക് ശേഷം ഫെബ്രുവരി വരെ എന്താണ്? ശൈത്യകാലമാണ്. നവംബർ പകുതി തൊട്ട് ഫെബ്രുവരി വരെ എന്താണ്? ശൈത്യകാലമാണ്. ഇനി മാർച്ച് മുതൽ മെയ് വരെ എന്താണ്? വേനൽക്കാലമാണ്. ഓക്കെ കേട്ടോ? മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലമാണ്. വീണ്ടും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഒരു ഓർഡറിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്.